ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് അബൌട്ട് കാര. കാര എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള ക്ലോറോഫൈസിയിലെ അവസാന മെമ്പറാണ്. വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ആൽഗൽ സ്പീഷീസാണ് കാര എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ലെറ്റ് us ഡിസ്കസ് അബൌട്ട് ദി സിസ്റ്റമാറ്റിക് പൊസിഷൻ ഓഫ് കാര. ഇറ്റ് കംസ് അണ്ടർ ഡിവിഷൻ ക്ലോറോഫൈറ്റ, ക്ലാസ് ക്ലോറോഫൈസിയെ, ഓർഡർ കാരൈൽസ്, ഫാമിലി കാരേസി. ഓൾ കാര സ്പീഷീസ്, എല്ലാ കാര സ്പീഷീസും ആർ ഫ്രഷ് വാട്ടർ ഫോംസ് ആണ് കാരയുടെ സ്പീഷീസ് എന്ന് പറയുന്നത്. ആൻഡ് ആർ സബ്മേർജ്ഡ്, വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിലായിരിക്കും എന്തുണ്ടാവുക, കാരയുടെ സ്പീഷീസുകളൊക്കെ ഉണ്ടാവുക. അറൗണ്ട് 117 സ്പീഷീസ് are recorded from world, and out of this 26 belongs to India. Common Indian species are Chara nuda, Chara corallina, Chara xylanica. So another important feature of Chara is the presence of, as they are water inhabitants, aquatic ആയിട്ടുള്ള plants ആയത് കാരണം their body surface is peculiar with the deposition of calcium carbonate. കാൽഷ്യം കാർബണേറ്റ് ബോഡി സർഫസിൽ കാണാൻ പറ്റും, വിച്ച് ഗീവ്സ് എ റഫി അപ്പിയറൻസ്. ആൻഡ് because of this reason, because of the presence of calcium carbonate, they are also known as, they are commonly known as stoneworts. stoneworts എന്നുള്ളൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. എന്താ കാരണം എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് താലസിൻ്റെ ഓർഗനൈസേഷൻ എങ്ങനെയാണ് നോക്കാം. ഇറ്റ്സ് എ മാക്രോസ്കോപ്പിക് സ്ട്രക്ചർ, നോട്ട് എ മൈക്രോസ്കോപ്പിക് വൺ. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചതിൽ ക്ലോറലിലൊക്കെ മൈക്രോസ്കോപ്പിക് ആയിരുന്നു, പക്ഷേ ഇത് മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ആൻഡ് ലുക്സ് ലൈക്ക് എ മിനിയേച്ചർ ട്രീ, ഒരു മിനിയേച്ചർ ട്രീ പോലെയൊക്കെ നമുക്ക് തോന്നിക്കുന്ന ഒരു സ്ട്രക്ചറാണ് എന്തു പറയുന്നത്, കാരയുടെ വെജിറ്റേറ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ താലസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് മേ അറ്റൈൻ 20 to 30 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 20 to 30 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരെ എത്താറുണ്ട്. ആൻഡ് ദെയർ വെജിറ്റേറ്റീവ് ബോഡി ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു, ഇതിനെ ഗാമെറ്റോഫൈറ്റ് എന്നാണ് പറയാട്ടോ. എക്സ്പ്ലെയിൻ ദ ഗാമെറ്റോഫൈറ്റിക് സ്ട്രക്ചർ ഓഫ് കാര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ടത് ഇതാണ്, ഗാമെറ്റോഫൈറ്റിക് സ്ട്രക്ചറാണ് ഈ പറയുന്നത്. സോ ദിസ് ഗാമെറ്റോഫൈറ്റ് ഇസ് ഡിവൈഡഡ് ഇൻ ടു 2 main parts, that is the rhizoids and this part which is known as the axis, main axis എന്ന് പറയും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് റൈസോയിഡ്സ് എന്താ നോക്കാം. റൈസോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് റൂട്ട് പോലെ തന്നെയാണ്, ആങ്കറേജും അതേപോലെ തന്നെ അബ്സോർപ്ഷനും വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. അപ്പോൾ റൈസോയിഡ്സ് ലോവർ പാർട്സ് നിന്നാണ് വരിക, അഥവാ ലോവർ പാർട്സ് നിന്നാണ് റൈസോയിഡ്സ് വരിക. ആൻഡ് ദേ അറൈസ് ഫ്രം എ പ്ലേറ്റ് ലൈക്ക് സ്ട്രക്ചർ, ഒരു പ്ലേറ്റ് ലൈക്ക് സ്ട്രക്ചറിൽ നിന്നാണ് ഇതിങ്ങനെ അറൈസ് ചെയ്ത് വരിക. ഇവിടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യൊന്നുമില്ല കേട്ടോ, അങ്ങനെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തത്. ഇനി റൂട്ട്സ് യൂഷ്വലി ബ്രാഞ്ച്ഡ് ആണ്, മൊത്തം ബ്രാഞ്ച് ചെയ്തിട്ടായിരിക്കും കാണപ്പെടുക. ആൻഡ് വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് റൂട്ട്? ഫങ്ഷൻസ് ആർ ഫിക്സേഷൻ ആൻഡ് അബ്സോർപ്ഷൻ. സോ ഇത്രയേ ഉള്ളൂ റൂട്ടിനെ കുറിച്ചിട്ട്, റൈസോയിഡ്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് ഈസ് മെയിൻ ആക്സിസ്. സോ അബവ് പാർട്ട് റെപ്രസെൻറ്റ്സ്, ഓർ അബവ് റൈസോയിഡ്സ് ദ പാർട്സ് റെപ്രസെൻറ്റ്സ് മെയിൻ ആക്സിസ്. മെയിൻ ആക്സിസിൽ യു ക്യാൻ സീ ദേ ഓർ ഓൾസോ ബ്രാഞ്ച്ഡ്, അവരും ബ്രാഞ്ച്ഡ് തന്നെയാണ്. ആൻഡ് ഫോംസ് 2 types ഓഫ് ബ്രാഞ്ചസ്. ബ്രാഞ്ചസ് ഓഫ് അൺലിമിറ്റഡ് ഗ്രോത്ത് ഉണ്ട്, ബ്രാഞ്ചസ് ഓഫ് ലിമിറ്റഡ് ഗ്രോത്ത് ഉണ്ട്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ആൻഡ് ഇസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു നോഡ് ആൻഡ് ഇൻ്റർനോഡ്. നോഡും കാണാൻ പറ്റും, വേർ ലീഫ് അറൈസ് ചെയ്യുന്ന ഭാഗത്തെ, അല്ലെങ്കിൽ അതിന് വേറൊരു പേരാണ് പറയാം, അല്ലെങ്കിൽ ഈ പാർട്ടിനെ നമുക്ക് നോഡ് എന്ന് പറയാൻ പറ്റും. ഇൻ ബിറ്റ്വീൻ ദിസ് ഉള്ള പോർഷൻ റെപ്രസെൻറ്റ്സ് ഇൻ്റർനോഡൽ റീജിയൻ. ആൻഡ് യു ക്യാൻ സീ മെനി കോർട്ടിക്കേറ്റിംഗ് ത്രെഡ്സ്. ഈ സംഭവം ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ, ഇവിടെ ഞാൻ വേറെ ഒരു ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇൻ്റർനോഡ്സ് ആർ ലോങ് ആൻഡ് നോഡൽ റീജിയൻസ് ആർ ഷോർട്ട്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇനി നമുക്ക് നോക്കാം 2 types ഓഫ് ബ്രാഞ്ചസ് ഓഫ് ലിമിറ്റഡ് ഗ്രോത്ത് ഉണ്ട്, ബ്രാഞ്ചസ് ഓഫ് അൺലിമിറ്റഡ് ഗ്രോത്ത് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ കാരയുടെ ഗാമെറ്റോഫൈറ്റിക് താലസ് എന്ന് പറയുന്നത്. റൈസോയിഡ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിനൊരു മെയിൻ ആക്സിസ് ഉണ്ട്. ഈ മെയിൻ ആക്സിസ് ആണ് ഈ ബ്രാഞ്ച് ചെയ്തിട്ട് കാണുന്നത്. ഈ ബ്രാഞ്ചുകളിലെ ചില ബ്രാഞ്ചസ് അറൈസ് ഫ്രം ദി ആക്സിൽ ഓഫ് ദി ലീഫിൻ്റെ ആക്സിൽ നിന്നും അറൈസ് ചെയ്യുന്ന ഈ ഒരു ബ്രാഞ്ച്, അതുപോലെ തന്നെ ഈ ഒരു ബ്രാഞ്ച്. ഓക്കെ,
ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള ഈ ബ്രാഞ്ചുകൾ. ഈ ബ്രാഞ്ചുകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ ദെയർ ഗ്രോത്ത് ഇസ് ഇൻഡെഫിനിറ്റ്. ഇൻഡെഫിനിറ്റ് ആയിട്ട് ഗ്രോത്ത് നടക്കും, അഥവാ എത്ര വേണമെന്നുണ്ടെങ്കിലും വളരാൻ വേണ്ടി പറ്റും. റാപ്പിഡ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ഉണ്ട്. മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി വിൽ നോട്ട് സീസ്, ഒരിക്കലും സീസ് ചെയ്യൂല. അങ്ങനെയുള്ള ഈ ബ്രാഞ്ചിനെയാണ് ബ്രാഞ്ചസ് ഓഫ് അൺലിമിറ്റഡ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഈ ബ്രാഞ്ചസ് ഓഫ് അൺലിമിറ്റഡ് ഗ്രോത്ത് ഞാൻ അറൈസ് ചെയ്യുന്നത് എവിടുന്നാന്ന് പറഞ്ഞു? ആക്സിൽ ഓഫ് ദി നോഡിൽ നിന്നാണ് അറൈസ് ചെയ്യുക. നോഡിലെ ആക്സിൽ ഓഫ് ദി ലീഫിനകത്തു നിന്നാണ് അറൈസ് ചെയ്യുക. ഇനി ഈ ബ്രാഞ്ചസിൻ്റെ മുകളിൽ ഉള്ള ഈ പച്ച കളറിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഈ സാധനങ്ങളില്ലേ, ഈ ബ്രാഞ്ചസിനെ ബ്രാഞ്ചസ് ഓഫ് ലിമിറ്റഡ് ഗ്രോത്ത്, അതല്ലെങ്കിൽ ഷോർട്ട് ലാറ്ററൽസ് ഓർ ലീവ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അഥവാ കുറച്ച് കാലത്തിന് ശേഷം ആഫ്റ്റർ എ സർട്ടൈൻ പീരീഡ് ഇറ്റ് വിൽ സീസ് ഇറ്റ്സ് ആക്ടിവിറ്റി. സോ their growth is definite and these branches are known as branches of limited growth or short laterals or leaves. അപ്പോൾ അതാണ് ഈ പറയുന്നത്. ഇനി ലീവ്സ് കൂടാതെ യു ക്യാൻ സീ, ഞാനിവിടെ ഒരു ബ്ലാക്ക് കളറിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ദിസ് റെപ്രസെൻറ്റ്സ് സ്റ്റിപ്യൂൾസ്, എക്സ്റ്റിപ്പുലേറ്റ്, സ്റ്റിപ്യൂൾ പോലത്തെയൊക്കെ സാധനങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, സ്റ്റിപ്പുലേറ്റ് സ്ട്രക്ചേഴ്സ്, സ്റ്റിപ്യൂൾസിനെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതാണ് കോർട്ടിക്കേഷൻ. വാട്ട് ഈസ് കോർട്ടിക്കേഷൻ? കോർട്ടിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഷീത്ത്മെൻറ്റ്, അഥവാ ഒരു ഷീത്ത് പോലത്തെ ഒരു സ്ട്രക്ചർ പ്രസൻ്റ് ആകുന്നതിനെയാണ് കോർട്ടിക്കേഷൻ എന്ന് പറയുന്നത്. ഇതൊരു നോഡാണ്. ഹാഫ് ഓഫ് ദി കോർട്ടിക്കേഷൻ, അഥവാ ഇങ്ങനെ ഈ ഷീത്ത് പോലത്തെ ഒരു സ്ട്രക്ചർ ഇന്റർനോഡൽ റീജിയനെ കവർ ചെയ്ത് കിടക്കുന്നതിനെയാണ് കോർട്ടിക്കേഷൻ എന്ന് പറയാം. ഈ കോർട്ടിക്കേഷനിലെ ഹാഫ് ഓഫ് ദി കോർട്ടിക്കേഷൻ അല്ലെങ്കിൽ ഷീത്ത് വരുന്നത് ഈ അപ്പർ നോഡിൽ നിന്നും, അതർ ഹാഫ് ഓഫ് ദി കോർട്ടിക്കേഷൻ അറൈസ് ഫ്രം ദി ലോവർ നോഡ്. അപ്പോൾ ഒരു നോഡൽ റീജിയൻ കംപ്ലീറ്റ് ഉണ്ട്, കുറച്ച് കോർട്ടിക്കേഷൻ, ഹാഫ് ഓഫ് ദി കോർട്ടിക്കേഷൻ കംസ് ഫ്രം നോഡൽ റീജിയൻ, above nodal region, and the other half will be from the lower node. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കോർട്ടിക്കേഷൻ പാറ്റേൺ ആണ് ഞാൻ ഇവിടെ ഇങ്ങനെ കുത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിനെയാണ് കോർട്ടിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. Reproduction by means of vegetative and sexual mode. Both are present in Chara. First of all, vegetative reproduction. They are done with help of the three structures. They are amylum stars, bulbils and secondary protonema. First of all, amylum stars എന്താന്ന് നോക്കാം. Amylum stars എന്നുള്ളത് they got their name from their shape and the storage structure which is known as amylum. Amylum stars പോലത്തെ structure അഥവാ a star like structure which arise from the lower പാർട്ടിൽ നിന്നും അറൈസ് ചെയ്യുന്ന സ്റ്റാർ ഷേപ്പ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ which is rich in reserve food materials. When they detach from the parent plant and will regenerate the whole thallus which is known as amylum star. That can be seen in Chara stelliger. Okay. Second one is bulbil. It's a bulb-like or rounded bodies which arise from the parent plant and which are rich in reserve food materials. When they detach from the parent plant, it will also regenerate the whole thallus, which can be seen in Chara aspera. Next is secondary protonema. Due to injury or due to damage, some short laterals will arise from a protonema like structure will arise from the main branch. Injury ഒക്കെ വരുന്ന സമയത്ത് വരുന്ന ബ്രാഞ്ച് it will look like a secondary protonema like structure and this will regenerate the whole thallus. ഞാൻ സെക്കൻഡറി പ്രോട്ടോണിമ പ്രൈമറി പ്രോട്ടോണിമ പറഞ്ഞു തന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം, പറഞ്ഞാൽ മതി. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് which is advanced oogamous type ആണ്, where you can see the male reproductive structure and female reproductive structures are morphologically dissimilar in size, shape. They are dissimilar in shape, morphology, etc. So you can see both homothallic species and heterothallic species in Chara. Homothallic species ഉം heterothallic ഉണ്ട്. Then advanced oogamous type ആണെന്ന് പറഞ്ഞു സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ ആന്തറഡിയ എന്നും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ ഊഗോണിയ എന്നുമാണ് അറിയപ്പെടുന്നത്.
മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയിട്ടുള്ള ആന്തറിഡിയത്തിനെ ഇൻ ദ കേസ് ഓഫ് കാര ഹിയർ വി വിൽ കോൾ ഇറ്റ് ആസ് ഗ്ലോബ്യൂൾ. ആസ് their shape is a globe or a round like structure, they gets its name from their shape. Then oogonia, which is known as nucule. Here the name of the oogonia or female reproductive structure is nucule. So let us call them as globule and nucule. Ini homothallic species aanchil in the same thallus you can see both male and female reproductive structure. If the condition is like that, then the presence of a female reproductive structure will be little above, male reproductive structure will be little above the female reproductive structure. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ രണ്ട് മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും റെപ്രസെൻറ്റ് ചെയ്തു എന്നുള്ളൂ. ഇതിനകത്ത് നോക്കുക, ഇത് കാരയുടെ ഒരു മെയിൻ താലസ് ആണ്. ഈ താലസിനകത്തൊരു ഷോർട്ട് ലാറ്ററസ് അല്ലെങ്കിൽ ലീഫ് വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറായിട്ട് ഇതിനെ ന്യൂക്യൂൾ വരച്ചിട്ടുണ്ട്, താഴെ ഗ്ലോബ്യൂൾ വരച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഗ്ലോബ്യൂൾ നോക്കാം. ന്യൂക്യൂളിൻ്റെ സ്ട്രക്ചർ ഞാൻ ഇതിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഗ്ലോബ്യൂളിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, ഗ്ലോബ്യൂളിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബ്യൂളിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് റൗണ്ട് ലൈക്ക് സ്ട്രക്ചറാണ്. ഒരു ഹാർഡായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. റെഡ് ടു ഓറഞ്ച് കളർ, അഥവാ റെഡോ അല്ലെങ്കിൽ ഓറഞ്ചോ ഓറാണ് കേട്ടോ. റെഡ് ഓർ ഓറഞ്ച് കളറിലാണ് ഇത് കാണപ്പെടുക. ആൻഡ് ഈസ് അറ്റാച്ച്ഡ് ടു ദ മെയിൻ സ്റ്റെം ഓർ മെയിൻ ആക്സസ് ബൈ മീൻസ് ഓഫ് എ പെഡിസൽ ഓർ എ സ്റ്റോക്ക്. എ ഷോർട്ട് സ്റ്റോക്ക് ഇസ് പ്രസൻറ്റ്. ദെൻ യു ക്യാൻ സീ ഈ ബ്ലൂവിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ഇന്നറിലുള്ള സെൽസിനെ ഷീൽഡ് സെൽസ് എന്നാണ് പറയുക. ഷീൽഡ് സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പേരിൽ തന്നെയുണ്ട്, പ്രൊട്ടക്ഷൻ ആണ് ഇവരുടെ ഫംഗ്ഷൻ. ആൻഡ് എ സെപ്പറേറ്റ് സ്ട്രക്ചർ ക്യാൻ ബി സീൻ വിച്ച് ഇസ് നോൺ ആസ് മാനുബ്രിയം. ഈ സാധനം ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഇത് ഒന്ന് ഓവറോളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഒരു ആന്ത്രിഡിയത്തിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഗ്ലോബ്യൂളിൻ്റെ സ്ട്രക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അഥവാ ഇതൊരു ഒരു റൗണ്ട് ലൈക്ക് സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കാണാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഉള്ള സെൽസിനെയാണ് ഷീൽഡ് സെൽസ് എന്ന് പറയുന്നത്. ഈ ഷീൽഡ് സെൽസ് ഇങ്ങനെ ഇപ്പം നമ്മളെടുത്ത് സീതപ്പഴം അല്ലെങ്കിൽ ചക്കപ്പഴം നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ചക്കപ്പഴത്തിൻ്റെ സെൻട്രലിൽ ഒരു ആക്സസ് ഉണ്ടാവും, അതിന് ചുറ്റും ഇല്ലികൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഈ ഒരു ഷേപ്പിലായിരിക്കും ചക്കപ്പഴം ഉണ്ടാവുക. ഇങ്ങനെ ഒരു ഇതുണ്ടാവും, ഇവിടെ ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ അല്ലികൾ ഇങ്ങനെ തിരിച്ചിട്ടുണ്ടാവും അല്ലേ. അതേപോലെ തന്നെ ഉള്ള ഒരു സ്ട്രക്ചർ ഈ സെൻട്രൽ ആക്സസിനെ, ഇവിടെ സെൻട്രൽ ആക്സസിന് പറയുന്ന പേരാണ് മാനുബ്രിയം. ഈ മാനുബ്രിയത്തിൻ്റെ ചുറ്റും മാനുബ്രിയം ഇങ്ങനെയുള്ളൊരു സെൽസ് കൂടിച്ചേർന്നിട്ട് ഇവിടെ ഒരു ഷീൽഡ് സെൽസ് ഫോം ചെയ്തിട്ടുണ്ട്. ഈ ഷീൽഡ് സെല്ലിൻ്റെ നടുവിലായിട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക, മാനുബ്രിയം എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രക്ചർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഒരു സ്റ്റോക്ക് ഓർ റോഡ് ലൈക്ക് സ്ട്രക്ചർ വിച്ച് എവിടെയാണ് കാണപ്പെടുക, വിച്ച് ക്യാൻ ബി സീൻ അറ്റ് ദി സെൻറ്റർ ഓഫ് ഷീൽഡ് സെൽ. അപ്പോൾ ഷീൽഡ് സെൽസ് ഇങ്ങനെ ഫോം ചെയ്തിട്ടുള്ള ഒരു സെൻട്രൽ ആ ഏരിയയിൽ സെൻട്രൽ പാർട്ടിൽ നിന്ന് എറൈസ് ചെയ്യുന്ന റോഡ് ലൈക്ക് സ്ട്രക്ചറിനെ മാനുബ്രിയം എന്ന് പറയുന്നു. അതാണ് ഇവിടെ ഈ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള. ഇവിടെ ഷീൽഡ് സെൽസ് ഉണ്ട്. ഓക്കെ, ഷീൽഡ് സെൽസ് കവർ ചെയ്തിട്ടുണ്ടാകുന്ന ആ ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചർ. അപ്പോൾ ഇത് എങ്ങനെയാണ്, ഇതൊരു റൗണ്ട് ബോഡിയാണ്. ഇതിൻ്റെ കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുക. ഇനി ഈ ഷീൽഡ് സെൽസിൻ്റെ മാനുബ്രിയത്തിൻ്റെ ടിപ്പിൽ നിങ്ങൾക്ക് ആന്ത്രിഡിയത്തിൻ്റെ ഫിലമെൻസിനെ കാണാം, അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ കാണാൻ പറ്റും. അതിൽ ഏറ്റവും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സെൽസിനെ പ്രൈമറി ക്യാപിറ്റുല എന്ന് പറയും. പിന്നീട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ള സെൽസിനെ സെക്കൻഡറി ക്യാപിറ്റുല എന്ന് പറയും. ദെൻ ഏറ്റവും ടിപ്പിൽ ആന്ത്രിഡിയൽ ഫിലമെൻറ്റ്, അവിടെ നിന്നാണ് ആന്ത്രിഡിയ ഡെവലപ്പ് ചെയ്യുക. ആ ആന്ത്രിഡിയ പിന്നീട് മെറ്റമോർഫോസ് ചെയ്തിട്ട് ആന്ത്രോസോയിഡ് ആയിട്ട് മാറും. അത് ബൈഫ്ലജല്ലേറ്റഡ് ആയിട്ടുള്ള ആന്ത്രോസോയിഡ്സ് ആയിട്ട് മാറും. അപ്പോൾ ഗ്ലോബ്യൂളിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു കഴിഞ്ഞു, കൺഫ്യൂസ്ഡ് ആവണ്ട. മാനുബ്രിയം എന്ന് പറയുന്നത് സെൻട്രൽ റോഡ്. ആ സെൻട്രൽ റോഡ് എറൈസ് ചെയ്യുന്ന പാർട്ട് വിച്ച് ഇസ് ഫോംഡ് ബൈ ഷീൽഡ് സെൽസ്. സെൻറ്റർ എന്ന് പറയുന്നത്, ആ സെൻറ്ററിൽ നിന്നാണ് ഈ സാധനം വരുന്നത്. ഇതിൻ്റെ ടിപ്പിലാണ് ഇങ്ങനെ ഉള്ള രീതിയിൽ എന്ത് വരുന്നത്, ഫിലമെൻറ്റ്സ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടിപ്പിലുള്ള സെൽസിൽ നിന്നാണ് എന്ത് വരിക, ആന്ത്രോസോയിഡ്സ് അല്ലെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. ഹിയർ ദ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഓർ മെയിൽ ഗാമേറ്റ്സ് ആർ മോട്ടൈൽ, ഫ്ലജല്ലേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ്. സോ കമ്മിങ് ടു ദ സെക്കൻഡ് വൺ, ന്യൂക്യൂൾ എന്ന് പറയുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ അറൈസ് ചെയ്യുന്നത് ഒരു ആക്സിൽ തന്നെയാണ് അല്ലേ.
ഇവിടെ ഒരു ലീഫ് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ആക്സിൽ നിന്നാണ് ഇത് റൈസ് ചെയ്യുന്നത്. ഇത് which is attached to the main stem, main axis by means of a short stalk. And you can see some radiating cells. ഇതുപോലത്തെ പച്ച കളറിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള കുറേ റേഡിയേറ്റിംഗ് സെൽസ് ഉണ്ട്. ഈ റേഡിയേറ്റിംഗ് സെൽസിൻ്റെ നമ്പർ യൂഷ്വലി 5 ആണ്. അതിനെയാണ് സ്പൈറലി ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഈ സെൽസിനെ പറയുന്ന പേരാണ് ട്യൂബ് സെൽസ്. ദെയർ നമ്പർ ഇസ് 5. ആൻഡ് അറ്റ് ദ ടിപ്പ് ഓഫ് ദിസ് ന്യൂക്യൂൾ യു ക്യാൻ സീ some specialized structure. Their number is also 5 and are known as corona cells എന്നാണ് ഇതിനറിയപ്പെടുന്നത്. 1 2 ഇങ്ങനെയുള്ളത് 5 എണ്ണമാണ് ഉണ്ടാവുക. അപ്പോൾ ട്യൂബ് സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ട്യൂബ് റേഡിയേറ്റിംഗ് ആയിട്ടുള്ള സർക്കുലേറ്റിംഗ് ആയിട്ടുള്ള ഈ സെൽസിനെ ട്യൂബ് സെൽസ് എന്നും ടിപ്പിലുള്ള ഈ സെൽസിനെ കൊറോണ സെൽസ് എന്നും പറയുന്നു. യൂഷ്വലി അവരുടെ നമ്പർ 5 ആണ്. ആൻഡ് ദിസ് encloses a cavity. Inside the cavity you can see the female reproductive structure or egg. എഗ്ഗിനെ കാണാൻ പറ്റും. ഓക്കെ, ഈ നീലയിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ് എഗ്ഗ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? ട്യൂബ് സെല്ലുണ്ട്, ന്യൂക്യൂളിൻ്റെ പാർട്ടിൽ ഈ ട്യൂബ് സെല്ലുണ്ട്, കൊറോണ സെല്ലുണ്ട് ആൻഡ് എഗ്ഗ് ഉണ്ട്. മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിൻ്റെ ഇതിൽ മാനുബ്രിയ ഉണ്ട്, ഷീൽഡ് സെൽസ് ഉണ്ട്. ഉള്ളിൽ ഇൻറ്റേർണലി ഈ ക്യാവിറ്റിക്കകത്ത് പ്രൈമറി ക്യാപിറ്റുല, സെക്കൻഡറി ക്യാപിറ്റുല, ആന്ത്രിഡിയൽ ഫിലമെൻറ്റ്, ആന്ത്രിഡിയൽ. ഇനി എന്താ ഉണ്ടാവുക? അറ്റ് ദ ടൈം ഓഫ് ഫെർട്ടിലൈസേഷൻ ദിസ് ഗ്ലോബ്യൂൾ ഡിസ്പേഴ്സ്. ഷീൽഡ് സെൽസും ഇതൊക്കെ പൊട്ടി ഗ്ലോബ്യൂള് ഡിസ്പേഴ്സ് ചെയ്യും. ആ ഡിസ്പേഴ്സ് ചെയ്യുന്ന ഗ്ലോബ്യൂള് വിത്ത് ദ ഗ്ലോബ്യൂളിനകത്തുള്ള ആന്ത്രോസോയിഡ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫ്ലജല്ല ദേ വിൽ സ്വിം ആൻഡ് ഫൈൻഡ് ദ വേ ടു വേർഡ്സ് എഗ്. അപ്പോൾ ഈ കൊറോണ എന്ന് പറയുന്ന സെൽസ് ഇല്ലേ, അത് മൂവ്സ് അവേ ആൻഡ് ഇറ്റ് വിൽ ഫോം എ പാസേജ്. ത്രൂ ദിസ് പാസേജ് ബൈഫ്ലജല്ലേറ്റഡ് ആയിട്ടുള്ള ആന്ത്രോസോയിഡ്സ് എന്ത് ചെയ്യും? റീച്ചസ് എഗ് വേർ ഫെർട്ടിലൈസേഷൻ ഹാപ്പൻസ്. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാകും. ഓക്കെ, ഈ ഡിപ്ലോയിഡ് സൈഗോട്ട് അണ്ടർഗോസ് മിയോസിസ് ടു ഫോം 4 haploid nucleus. Out of 4 haploid nucleus, one will move to the apical side and other to the lower part. ഇതാണ് ഈ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. And a septa or a separation occurs. A septa will be formed. This septa separates this 3 nucleus from the apical nucleus or apical cell. ഇനി ആപ്പിക്കൽ സെല്ല് ലിവിങ് ആയിട്ട് കിടക്കും. ഈ 3 എണ്ണം ഡീജനറേറ്റ് ചെയ്യും. ഫ്രം ദിസ് ആപ്പിക്കൽ സെൽ ഗാമറ്റോഫൈറ്റ് ഒറിജിനേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ താലസ് റീജനറേറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി അതിൻ്റെ ഒരു ലൈഫ് സൈക്കിളാണ് എങ്ങനെയാണ് വരയ്ക്കേണ്ടത്. കാര സെൻറ്ററിൽ വരയ്ക്കുക, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ്റെ 3 മോഡുകളും മുകളിലേക്ക് വരയ്ക്കുക, താഴേക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഗ്ലോബ്യൂള്, ന്യൂക്യൂള്, ഗ്ലോബ്യൂളിൽ നിന്നും ആന്ത്രോസോയിഡ്, ന്യൂക്യൂളിൽ നിന്നും എഗ്ഗ്, ഡിപ്ലോയിഡ്, ബോത്ത് ഗ്യാമേറ്റ്സ് ആർ എൻ, ഹാപ്ലോയിഡ്, ഡിപ്ലോയിഡ്, ഫെർട്ടിലൈസേഷൻ വരും, ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാകും. ഡിപ്ലോയിഡ് സൈഗോട്ടിൽ മിയോസിസ് എഴുതുക. 4 സെൽസ് ഉണ്ട്. 4 ന്യൂക്ലിയസിൽ 1 മാത്രം ലിവിങ് ആവുന്നു, ബാക്കിയൊക്കെ ഡീജനറേറ്റ് ചെയ്യുന്നു. ആ ഡീജനറേറ്റ് ചെയ്യാത്തതിൽ നിന്ന് അഥവാ ഡീജനറേറ്റ് ചെയ്യാത്ത ലിവിങ് ആയിട്ടുള്ളതിൽ നിന്നും ഹോൾ താലസ് റീജനറേറ്റ് ചെയ്യുന്നു. എത്രയാണ് നമുക്ക് കാരയിൽ പഠിക്കാനുള്ളത്? ഇതൊരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ചോദിക്കുമ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ പറയുമ്പോൾ ഇത്രയും ഹോമോതാലിക്കാണ്, ഊഗ്യാമസ് ഒക്കെ പറഞ്ഞ്, ആന്ത്രിഡിയ, ഊഗോണിയൊക്കെ പറഞ്ഞ് ഓരോന്നിൻ്റെ സ്ട്രക്ചർ സെപ്പറേറ്റ് ആക്കി ചിത്രം വരച്ചിട്ട് എയ്തർ ഈ ചിത്രം വരച്ചാൽ മതി, ഇതും വരയ്ക്കുക. ന്യൂക്യൂളിൻ്റെ സ്ട്രക്ചർ വേറെ എടുത്ത് വരയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഓൾറെഡി ഇതിനകത്ത് വെൽ അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ.